ഹലോ, ഇത് നമ്മൾ പ്രൂൺ ചെയ്ത് വെച്ചിട്ടുള്ള മരമുല്ലയാണ് കേട്ടോ. അപ്പോൾ പ്രൂൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നിച്ച് കട്ട് ചെയ്തിട്ട് വലിയൊരു മരമായിട്ട് പോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണ് ഈ കാണിക്കുന്നത് കേട്ടോ. നമ്മൾ അന്ന് മഴയൊന്നും ഉണ്ടായിട്ടില്ല, ഞാനിപ്പോൾ ഇത് നനച്ചപ്പം ഇതിൻ്റെ മുകളിൽ വെള്ളമായതാണ് കേട്ടോ. അപ്പോൾ മഴ ഇല്ലാതെ തന്നെ അത് പ്രൂൺ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞൊക്കെ നമുക്ക് നന്നായിട്ട് പൂവുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പൂവുണ്ടായ ഫസ്റ്റാണിത് കേട്ടോ, തുടക്കം. നമ്മളിതിന് കോഴിക്കാട്ടാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കോഴിക്കാട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ചൂടാണ്, പക്ഷേ നന്നായിട്ട് നനച്ച് കൊടുക്കണം. 2 നേരം നല്ല വെള്ളം നിർത്തി നനച്ച് കൊടുക്കുന്നുണ്ട്, കോഴിക്കാട്ടത്തിൻ്റെ ആ ഒരു ചൂട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നന്നായിട്ട് പൂ പിടിച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് ആ ഒരു തളിരിൽ നിന്നാണ് ഒരുപാട് മൊട്ടും ഉണ്ടായിട്ടുണ്ട്. ഇതിങ്ങനെ ഒന്നല്ല, 2 ദിവസം കഴിഞ്ഞാൽ നന്നായിട്ട് നിറയെ പൂ വിടും കേട്ടോ. അപ്പോൾ അടുത്ത് നല്ല റോസാപ്പൂവൊക്കെ വിരിഞ്ഞിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കട്ട് ചെയ്തിട്ട് അത് വേര് പിടിച്ചിട്ടുള്ളൊരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചട്ടിയിൽ വളർത്തിയിട്ടുണ്ടെങ്കിൽ ബോൺസായി ഒരു പരുവത്തിൽ ആക്കിയിട്ട് നമുക്ക് നന്നായിട്ട് വളർത്തിയെടുക്കാം. വലിയ ചട്ടി വേണമെന്നൊന്നുമില്ല കേട്ടോ. ആ ഒരു ചെറിയ ചട്ടി തന്നെ, ആ ചട്ടിയുടെ ഒരു സൈസ് പോലെ തന്നെ ബോൺസായി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ടുണ്ടാവും കേട്ടോ. നല്ല സ്മെല്ലാണിത്. ഒരുപാട് ഫ്ലവറിങ് ശേഷമാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ ഒരു കമ്പ് കൊടുന്ന് കുഴിച്ചിട്ട് നോക്കും, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. താങ്ക് യു.